ഒരു സാക്ഷ്യം പറയാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോഷി. ഞാൻ പുന്നക്കുന്നശ്ശേരി ഇടവകമാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ഇതെൻ്റെ ജീവിത പങ്കാളി മേബൽ. ഞങ്ങൾ വളരെ കാലമായിട്ട് സൗദി അറേബ്യയിൽ ജീവിക്കുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു കാരണം, കഴിഞ്ഞ 2002 ജൂലൈ 23 ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയുടെ സമയത്ത് എനിക്ക് ഒരു പോലീസ് കേസിൽ ഞാൻ പോലീസ് കസ്റ്റഡിയിലായി. വളരെ അവിചാരിതമായൊരു സംഭവമായിരുന്നു. ഞങ്ങൾ അതിനു മുൻപ് 2022 നവംബർ മാസം 9 എൻ്റെ കുടുംബവുമൊത്ത് ഞാനിവിടെ വന്ന് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ ഉടമ്പടി കഴിഞ്ഞു. ഞങ്ങളത് പുതുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഉടമ്പടിയിൽ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകളും എല്ലാ ഉപവാസ പ്രാർത്ഥനകളും എല്ലാം ചെയ്ത് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സാഹചര്യം വരുന്നത്. സത്യത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു പോലീസ് കേസോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ ഞാൻ ഇവിടെ ഈ നാട്ടിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ വളരെ സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എൻ്റെ കുടുംബമുണ്ട്, ഞാൻ അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലും. പക്ഷേ എൻ്റെ കമ്പനിയുടെ വളരെ അവസരോചിതമായ ഇടപെടലുകൾ മൂലവും എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം മൂലവും എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ശരിയാക്കി കൊടുത്തു. പക്ഷേ എന്തോ ഒരു സാഹചര്യം മൂലം എനിക്ക് റിലീസ് കിട്ടുന്നില്ലായിരുന്നു. വളരെ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അകത്തിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാനങ്ങനെ ആർക്കും അങ്ങനെ ഞങ്ങൾ 2 പേരും കുടുംബത്തിലാണേലും ഞങ്ങളങ്ങനെ വലിയ ഉപദ്രവങ്ങളൊന്നും ആർക്കും ചെയ്തിട്ടില്ല. ഒരു കേവലമായ ഒരു വിശ്വാസിയെപ്പോലെ തന്നെ എല്ലാ പ്രാർത്ഥനകളിലും പള്ളിയിലെ ചടങ്ങുകളിലുമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് തീവ്രമായ വിശ്വാസമുണ്ട് മാതാവ് നമുക്ക് ഒരു പ്രശ്നങ്ങളും കൂടാതെ നമ്മളെ പുറത്ത് വിടുമെന്ന്. പക്ഷേ എന്തോ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. പല രീതിയിൽ നമ്മൾ ഇടപെട്ടിട്ടും കമ്പനി വളരെ ശക്തമായി ഇടപെട്ടു. എൻ്റെ സുഹൃത്തുക്കളുടെ പ്രഷർ പല രാജ്യങ്ങളിൽ നിന്നും അവർ കമ്പനിയോട് ബന്ധപ്പെടുകയും എനിക്ക് ഒരു രീതിയിലും എനിക്ക് പുറത്തു വരാൻ പറ്റാത്തൊരു സംഗതിയിലോട്ട് ദിവസങ്ങൾ നീണ്ടുപോയി തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് തോന്നിച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഇന്ന് വരെ മാതാവിൻ്റെ നടയിൽ വന്നിട്ട് സാക്ഷി പറയാം എന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്ക് എൻ്റെ നിരപരാധിത്വം പൂർണ്ണമായി തെളിയിക്കപ്പെട്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ നടയിൽ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വലിയ ഒരത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം തന്നെ രാവിലെ എനിക്ക് പൂർണ്ണമായ മോചനം കിട്ടി. ഞാൻ വീട്ടിൽ പോയി. എൻ്റെ പേരിൽ ഒരുവിധ കേസുകളുമില്ല. എൻ്റെ നിരപരാധിത്വം തുടക്കം മുതലേ പോലെ തന്നെ എനിക്ക് തെളിയിക്കപ്പെടുവാനും എനിക്ക് യാതൊരു കേസുമില്ലാതെ പുറത്തു വരാനും സാധിച്ചു. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾ ഒരുപാട് നിയോഗങ്ങളൊക്കെ മാതാവിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളുടെ നിയോഗങ്ങളിലുപരിയായി ഞങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ട് കൊണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അത്ഭുതം മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നപ്പോൾ ഞങ്ങൾ മാക്സിമം പറയുകയാണെങ്കിൽ സൗദി ടൈം ഏകദേശം ഒരു 3 മണിക്കും 2:30ക്കും 3 മണിക്കും ഇടയ്ക്ക്, ഇവിടെ ഒരു 5 മണി 5:30 ആ സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ജപമാല ചെല്ലാൻ തുടങ്ങി. എൻ്റെ 2 കാലിനും എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ അതൊന്നും ഒരു നിയോഗമായിട്ടോ ഒന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നതിന് കൊന്തെത്തിക്കുന്നതിന് മുന്നേയും പ്രഭാത പ്രാർത്ഥന ചെല്ലുന്നതിന് മുന്നേയും ഒക്കെ ഞാൻ എൻ്റെ മുട്ടിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ മുഴുവൻ നേരവും ഞാനിത് ജപമാല ചെല്ലുമ്പോൾ ഞാൻ മുട്ടുകുത്തി തന്നെ നിന്നു. അറിയാതെ എൻ്റെ മുട്ടുവേദന സത്യത്തിൽ എനിക്ക് മാറിപ്പോ എന്നുള്ളതാണ്. ആ മുട്ടുവേദനയുടെ സ്ഥാനത്ത് ഇപ്പോൾ എൻ്റെ മുട്ടിൽ 2 തഴമ്പാണുള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടിയുടെയൊക്കെ മുന്നേ തന്നെ
ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഈ ആലപ്പുഴക്കാരനാണെങ്കിലും എനിക്ക് മാതാവിൻ്റെ അടുത്തേട്ട് എത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയുമാണ്. അങ്ങ് വയനാട് കിടക്കുന്ന അവർ മൂലമാണ് ഇന്ന് ഈ ആലപ്പുഴ കിടക്കുന്ന ഞാൻ മാതാവിൻ്റെ ഈ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ യോഗ്യനായത്. ഞാൻ പ്രാർത്ഥനയോട് എല്ലാവരെയും ഓർക്കുന്നു. പിന്നെ കഴിയുന്ന രീതിയിലൊക്കെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു കേവല വിശ്വാസി എന്നുള്ളതിൽ നിന്നും ഞങ്ങൾ ഒരുപാട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരുപാട് മുന്നേറ്റം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദൈവത്തെ വളരെ അടുത്തറിയാൻ തുടങ്ങി. ദൈവാനുഗ്രഹങ്ങൾ രുചിച്ചറിയാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിൽ പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അവസരങ്ങളിലും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ എന്തിനും ഞങ്ങൾക്കൊരു വഴി മാതാവ് തുറന്നു തരുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ ഈ കാശുരൂപം എന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളൊരു വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഞാൻ അടയ്ക്കപ്പെട്ട് വഴികളൊക്കെ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് കൈ പിടിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കേടി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ കൊന്തയിൽ അത് ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് തുറക്കപ്പെടാത്ത എല്ലാ വഴികളും മാതാവ് തുറന്നു തന്നിട്ടുണ്ട്. എൻ്റെ ജോലിയിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. വളരെ കാലം ഞങ്ങൾ ഒരു 2021 കാലഘട്ടങ്ങളിൽ ഞാൻ 6-7 മാസം ശമ്പളമൊന്നുമില്ലാതെ ജോലി ചെയ്യേണ്ട അവസരം വന്നു. കോവിഡ് സാഹചര്യത്തിൽ എനിക്കെൻ്റെ കുട്ടികൾക്കും എൻ്റെയും വിസയുടെ കാലാവധി കഴിഞ്ഞ് ഞങ്ങൾക്ക് നാട്ടിൽ കയറി പോരാൻ പറ്റാത്തൊരു രീതിയിലോട്ടായി. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാതാവിനോട് മധ്യസ്ഥം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾക്ക് വഴികളെല്ലാം തന്നെ മാതാവ് തുറന്നു തരുമായിരുന്നു വളരെ പെട്ടെന്ന്. അതോടുകൂടെ തന്നെ ഈ നന്ദി പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ സമയത്താണ് ഞാനിങ്ങനെ ഒരു കേസിൽപ്പെട്ട അകത്താകുന്നതൊക്കെ. പക്ഷേ എല്ലാത്തിൽ നിന്നും മാതാവ് ഞങ്ങൾ ഒരുപാട് വിടുതൽ തന്നെ അനുഗ്രഹിച്ചു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മാതാവ് നമുക്കൊരു വഴി ഉറപ്പായിട്ടും തുറന്നു തരും. ഞങ്ങൾ അനുഭവസ്ഥരാണ്. ഞങ്ങൾ ഇന്നും അനുഭവിച്ചറിയുന്നു. ജപമാല റാണി ആവേ ആവേ ആവേ